പുതുക്കിയ GST നിരക്കുകൾ പ്രാബല്യത്തിൽ വന്നതോടെ പുതിയ നിരക്കുകൾ ബില്ലിംഗ് സോഫ്റ്റ്വെയറിൽ ഉൾപ്പെടുത്താനുള്ള തിരക്കിലാണ് ചെറുകിട കച്ചവടക്കാർ. കൂടിയ നിരക്കിൽ വലിയ വിലയ്ക്ക് എടുത്ത സാധനങ്ങൾ ചെറിയ വിലയിൽ വിൽക്കുമ്പോൾ ഉണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം എങ്ങനെ നികത്തുമെന്നാണ് പലരുടെയും ആശങ്ക. കമ്പ്യൂട്ടർ ബില്ലിംഗ് ഇല്ലാത്ത കച്ചവടക്കാരോ പ്രതിസന്ധിയിലാണ്. അതേസമയം ഉപഭോക്താക്കൾക്ക് പ്രയോജനം ലഭിക്കുന്നെന്ന് ഉറപ്പാക്കാൻ നിരീക്ഷണം ശക്തമാക്കാനാണ് സംസ്ഥാനങ്ങളിലെ GST ഓഫീസുകൾക്ക് കേന്ദ്ര നിർദ്ദേശം. അഭിജിത്ത് മുഴക്കുന്നാണ് കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്ന. അഭിജിത്ത്, ചെറുകിട കച്ചവടക്കാരെ സംബന്ധിച്ചാണ് ഇപ്പോൾ ഒരു ചെറിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. ഈ സോഫ്റ്റ്വെയറിലേക്ക് പുതിയ നിരക്കുകൾ കയറ്റണം, ഒപ്പം ഈ വേടിച്ചു വെച്ച സാധനങ്ങൾ അതിലെ വില വ്യത്യാസമൊക്കെയുണ്ട്. എങ്ങനെയാണ് ചെറുകിട വ്യവസായക്കാരെ ഇത് ബാധിക്കുന്നത് അഭിജിത്ത്? അവരിൽ നിന്ന് നമുക്ക് നേരിട്ട് പ്രതികരണങ്ങൾ ലഭിക്കുന്നുണ്ടോ? അഭിജിത്ത്, കേൾക്കാമെങ്കിൽ ഈ ചെറുകിട വ്യവസായ ശ്രുതി കീർത്തന പുതുക്കിയ GST പറഞ്ഞോളൂ. അതെ, പുതുക്കിയ GST നിരക്ക് ഇന്നലെ മുതൽ നിലവിൽ വന്നിട്ടുണ്ട്. സാധാരണക്കാർക്കുള്ള നവരാത്രി സമ്മാനം എന്നാണ് പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചത്. ഗുണങ്ങൾ സാധാരണക്കാർക്ക് പ്രതിഫലിച്ചു തുടങ്ങിയിട്ടുമുണ്ട്. ഇതിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ചെറിയൊരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് ഈ ചെറുകിട ഇടത്തരം കച്ചവടക്കാരുമായി ബന്ധപ്പെട്ടാണ്. കാരണം അവർ നേരത്തെ തന്നെ എടുത്ത സ്റ്റോക്കാണ്. ഈ സ്റ്റോക്ക് കുറഞ്ഞ വിലയ്ക്ക് വിൽക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു പ്രതിസന്ധി ഈ ഇടത്തരം കച്ചവടക്കാരൊക്കെ തന്നെ അനുഭവിക്കുന്നുണ്ട്. അവർ ഇപ്പോഴും കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ പോയപ്പോൾ അവർ ഈ MRPയിൽ തന്നെയാണ് അത് വിറ്റഴിക്കുന്നത്. അവർക്ക് അതിന് മാത്രമേ സാധിക്കുള്ളൂ എന്നാണ് അവർ പറയുന്നത്. പുതിയ സ്റ്റോക്ക് എടുക്കുമ്പോൾ പുതിയ വിലക്കിൽ, അതായത് പുതുക്കിയ GST നിരക്കിനനുസരിച്ച് വിൽപ്പന നടത്താമെന്നാണ് ഇപ്പോൾ ഇടത്തരം കച്ചവടക്കാരുമായി സംസാരിക്കുമ്പോൾ അവർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ പ്രയോജനം, അതായത് പല നിത്യോപയോഗ സാധനങ്ങൾക്കും 18% നിന്ന് 5% GST മാറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഗുണം അത് സാധാരണക്കാരിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ സൂപ്പർ മാർക്കറ്റുകളിലാണ് ഈ മാറ്റങ്ങൾ ഇന്നലെ മുതൽ പ്രകടമായി തുടങ്ങിയിരിക്കുന്നത്. അത് അവർ ഈ MRPയിൽ മാറ്റം വരുത്താൻ സാധിക്കില്ല എങ്കിൽ കൂടി കമ്പ്യൂട്ടർ ബില്ലിങ്ങിൽ വരുമ്പോൾ അതിനുള്ള ക്രമീകരണങ്ങൾ അവർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ബില്ലടിക്കുമ്പോൾ ഉപഭോക്താക്കളോട് ഇത്ര തുക നൽകിയാൽ മതി, ഇത്ര പണം നൽകിയാൽ മതി എന്ന് കച്ചവടക്കാർ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നൊക്കെ അറിയിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, ഈ കമ്പ്യൂട്ടർ ബില്ലിംഗ് ഒന്നുമില്ലാത്ത സാധാരണ കച്ചവടക്കാർക്ക് നിലവിൽ ഒരാശയക്കുഴപ്പമുണ്ട്. ഇവിടെ സാധനങ്ങൾ വാങ്ങാനെത്തുന്ന ആളുകൾക്കും നിലവിൽ ഒരാശയക്കുഴപ്പമുണ്ട്. ഇതിൽ ഒരേ ഇനത്തിൽപ്പെട്ട ചില സാധനങ്ങൾക്ക് പല GST നിരക്കുള്ളതും ചെറിയ ആശയക്കുഴപ്പങ്ങൾക്കൊക്കെ ഇടയാക്കുന്നുണ്ട്. പല കച്ചവട സ്ഥാപനങ്ങളിലും ഇന്നലെ ഈ വിലവിവര പട്ടികയൊക്കെ അവർ പ്രദർശിപ്പിച്ചിരുന്നു. ഇത്രയാണ് ഇതിൻ്റെ തുക, ഇത്രയാണ് ഇതിൽ മാറ്റം വരുന്നത്, GST നിരക്കിലുണ്ടാകുന്ന മാറ്റം എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും ഈ വാങ്ങാനെത്തുന്നവരുടെ ആശയക്കുഴപ്പം പരിഹരിക്കുന്നതിനാവശ്യമായ നടപടികൾ കച്ചവട സ്ഥാപനങ്ങൾ തന്നെ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിൽ കൃത്യമായി തന്നെ ഇതിൻ്റെ ഒരു ഗുണം ആളുകളിലേക്ക് എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ട ഇടപെടൽ കേന്ദ്രം ഇപ്പോഴും തുടങ്ങിയിട്ടുണ്ട്. ഏതൊക്കെ തരത്തിലാണ് ഈ മാറ്റങ്ങൾ പ്രതിഫലിക്കുന്നത്, അതിലേതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അത് കാര്യങ്ങൾ കൃത്യമായി നടക്കുന്നില്ലേ എന്നതൊക്കെ നിരീക്ഷിക്കാൻ സംസ്ഥാനത്തെ GST ഓഫീസുകൾക്ക് കേന്ദ്രം ഒരു മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അത് കൃത്യമായി നിരീക്ഷിക്കാനും കേന്ദ്രം അതിനൊരു നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും പ്രധാനപ്പെട്ട കാര്യം, ഈ സാധാരണക്കാർ ഏറ്റവും ആശ്രയിക്കുന്ന ഇടത്തരം സാധാരണ കച്ചവട സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെയാണ് നിലവിൽ അവർ വ്യക്തമാക്കിയിട്ടുള്ളത്. അടുത്ത സ്റ്റോക്ക് എടുക്കുമ്പോൾ, അതായത് വരുന്ന സ്റ്റോക്ക് എടുക്കുന്ന സമയത്ത് ഈ വിലയിൽ ഒരു മാറ്റമുണ്ടാകും. അത് ആളുകൾക്ക് പ്രതിഫലിച്ചു തുടങ്ങുകയും ചെയ്യുമെന്നുള്ളതാണ്. ശ്രുതി കീർത്തനം. ശരി, അഭിജിത്ത് മുഴക്കുന്നാണ് വിശദാംശങ്ങൾ നൽകിയത്.